പേടിയുണ്ടോ MBD? അധികം പേടിയൊന്നുമില്ല, എന്നാലും പേടിയുണ്ട്. എടാ ഇവര് ഇടിച്ചപ്പോ വന്നതാണ്, സർമാര് വിളിച്ചപ്പോ വന്നു. എന്തിനാ പേടിക്കുന്നത്? എന്തിനാ? നമ്മളെല്ലാരും മനുഷ്യരല്ലേ, നമ്മള് സാധാ മനുഷ്യരല്ലയോ. ഓരോരുത്തർക്കും ഓരോ ജോലികൾ ഏൽപ്പിച്ചേക്കുന്നതല്ലയോ ഗവൺമെന്റ്, ഇല്ലയോ? എന്തോ ഞങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന ജോലി? വാഹനങ്ങള് എങ്ങനെയൊക്കെ തെറ്റിക്കുന്നുണ്ടോ? പാവലി പടവലം ബീച്ചില് കാന്താരി, പച്ചമുളക്, നെല്ലി, വെണ്ടക്ക, ചേന, ചേമ്പ്, മുയലി, പശു, കോഴി, താറാവ് എല്ലാം ഉണ്ട്. ഇല്ല. ഇവര് വിളിച്ചപ്പോ എന്താ തോന്നി? സന്തോഷം തോന്നി. പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ജീവനക്കാരും ചേർന്ന് നമ്മൾ ഇന്നിവിടെ ഓണം ആഘോഷിക്കുകയാണ്. പൊന്നോണം 2026 കണ്ടോണം എന്നാണ് നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു വയറൽ താരത്തെയാണ് നമ്മൾ ഇവിടുന്ന് മുഖ്യാതിഥിയായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ആദിത്യൻ കുട്ടിക്കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവിനെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾ സർക്കാർ ഓഫീസുകളിലെ മുഴുവൻ ജീവനക്കാരോട് ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഏറ്റവും അനുയോജ്യനായ വ്യക്തി ഈ കുഞ്ഞ് തന്നെയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതായത് ഈ ഓണം ആഘോഷിക്കുന്ന സമയത്ത് സമൂഹത്തിന് മൊത്തം മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കുഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കൊച്ചുകുട്ടികളൊക്കെ മൊബൈലിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ മുഴുകുമ്പോൾ ഈ കുഞ്ഞു മാതൃക നമ്മുടെ സമൂഹത്തിന് മൊത്തം മാതൃകയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദിത്യനെ നമ്മൾ ഇന്നിവിടെ നമ്മളുടെ ഈ ഒരു സിവിൽ സ്റ്റേഷനിൽ ഇന്ന് ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സന്തോഷമായോ? സന്തോഷായി. മോട്ടോർ വാഹന വകുപ്പാണ്. പേടിയുണ്ടോ ഇവരെ? അധികം പേടിയൊന്നുമില്ല, എന്നാലും പേടിയുണ്ട്. പേടിയുണ്ട്. എടാ ഇവര് ഇടിച്ചപ്പോ വന്നതാണ്, സർമാര് വിളിച്ചപ്പോ വന്നു. എന്തൊക്കെ കൃഷിയാ? പാവലി പടവലം ബീച്ചില് കാന്താരി, പച്ചമുളക്, നെല്ലി, വെണ്ടക്ക, കോക്ക, പിന്നെ ചേന, ചേമ്പ്, മുയലി, പശു, കോഴി, താറാവ്, ആട്, എല്ലാം ഉണ്ട്. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? പഠിത്തം നന്നായിട്ട് പോണു. അവൻ്റെ ഈ പ്രായത്തിൽ അവനൊരു നല്ല കുട്ടി കർഷകനായിട്ട് വളരുന്നു എന്നുള്ളത്. നമ്മളെല്ലാവരും പഠിച്ച മിടുക്കന്മാരായിട്ട് എല്ലാവരുടെയും ഉദ്ദേശം എൻ്റെ മക്കൾ ഡോക്ടറാകണം, IAS-കാരനാകണം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യതയുള്ള ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളും. പക്ഷേ ഒരു കർഷകനായാൽ എന്താണ്? ഒരു നല്ല കർഷകൻ അവനാണ് നമ്മുടെ മണ്ണിനെ അറിയുന്ന ഒരു നല്ല കർഷകനായിട്ട് വളർന്നാൽ അതും നമ്മുടെ സമൂഹത്തിനൊരു വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ കുഞ്ഞിനെ, ഈ കുഞ്ഞു മകനെ അതൊക്കെ കഴിയട്ടെ എന്ന്, അവന് മണ്ണിനെ അറിയാൻ കഴിയട്ടെ, മനസ്സിനെ അറിയാൻ കഴിയട്ടെ, നമ്മളെയൊക്കെ അറിയാൻ കഴിയട്ടെ, മണ്ണിൽ പൊന്ന് വിളയിക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.